മാർവൽ ഫാൻസ്, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ 2026 അല്ലെ, അടുത്ത വർഷം മെയ് 1 കാണാനായിട്ടിരുന്ന ഡൂംസ്ഡേയും 2027 മെയ് 2 കാണാനായിട്ടിരുന്ന സീക്രട്ട് വാറും റിലീസുകൾ ഡിലേ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു സാഡ് ന്യൂസ് ആണെങ്കിലും ഒരു സൈഡിൽ ഇതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിലീസുകൾ മാറ്റി വെച്ചത് 2026 ഡിസംബർ 18 ഡൂംസ്ഡേ മാറ്റിയിട്ടുള്ളത്. സീക്രട്ട് വാർ 2027 ഡിസംബർ 17 ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൂംസ്ഡേ ഇപ്പം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്രൊസീജിയർ, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, ഇതിനെല്ലാം കൂടെ ഒരു നല്ല ടൈം പീരീഡ് എടുക്കും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ മെയിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു സിനിമ ഭയങ്കര റഷ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു കാസ്റ്റ്, ഇത്രയും ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു സിനിമയാണ്. അത് ഇങ്ങനെ റഷ് ചെയ്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി റിലീസ് ചെയ്യുന്നതിലും നല്ലത് ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്നുണ്ടാവേണ്ടത്. നമുക്കതാണ് വേണ്ടത്. ഇപ്പം മാർവലിൻ്റെ സൈഡിൽ നിന്നിട്ട് എൻഡ് ഗെയിമിനേക്കാൾ നല്ലൊരു സിനിമ വരണമെന്നാണ് നമുക്കെല്ലാം ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ റിലീസ് മാറ്റി വെച്ചാൽ നന്നായി. ഇതിപ്പം അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം കുറച്ചും കൂടെ ഉണ്ടാവും, കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്താൽ മതി. എന്തായാലും സിനിമയുടെ റിലീസുകൾ ഒഫീഷ്യലി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വരാനായിട്ടുള്ള സിനിമകളും ഇതേപോലെ തന്നെ ഡിലേ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഇനി അങ്ങോട്ട് ഡിലേ ആകും. അത് എന്നത്തേക്കാണെന്നൊക്കെ അടുത്ത വരുന്ന അപ്ഡേറ്റുകൾ അറിയാൻ പറ്റും.